എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ചില സ്പെഷ്യൽ ഐറ്റംസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 സയാമീസ് ടിൻസ് ചക്കകളാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ 3 ടിൻസാണ്. ഒന്ന് ചെറുത്, ഒന്ന് അതിലും വലുത്, ഒന്ന് അതിലും വലുത്. ഇത് 3 ചക്ക പഴുത്ത ചക്കയാണ്. ഒന്ന് ഇച്ചിരി ഓവർ റൈപ്പായി, മറ്റേ 2 പഴുത്തതാണ്. ഇന്ന് രാവിലെ ഇട്ടതാണ്. 3 ട്വിൻസ് ഇട്ടിട്ടുണ്ട്, 6 വലിയ ചക്ക ഇട്ടിട്ടുണ്ട് സിംഗിൾ. ഇത് 3 പച്ചയാണ്, പഴുത്തിട്ടില്ല. നല്ല കടും മധുരമുള്ള തേൻവരിക്കയാണ് ഈ സാധനം. ഇന്ന് രാവിലെ ഇട്ട് ഇനി ഒരു 10-20 ചക്ക പ്ലാവിൽ ബാക്കിയുണ്ട്. അപ്പം മഴയൊക്കെ കൊണ്ടതുകൊണ്ട് അല്പം മധുരം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കയ്പയാണ്, കയ്പ. അപ്പോൾ കയ്പക്കായ ഉണ്ട്, ചെറിയ കായ ഒരെണ്ണം കാണാം. ഇനിയും കുറച്ചും കൂടി വലുത് ഞാൻ വേറെ കാണിക്കാം. അതൊരു 1-2 മരത്തിൽ വളരെയധികം പടർന്ന് കിടക്കുകയാണ്. ഇതും ചെറിയ കായയാണ്, വലുതായിട്ടില്ല, ഇളയ കായയാണ്. വലുതാവുമ്പോൾ കുറച്ചും കൂടി ദിവസം എടുക്കും. ഒരു 2 ആഴ്ച കഴിഞ്ഞാലേ ഫുൾ സൈസ് വരുള്ളൂ. അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ചെടികളൊക്കെ ഒന്ന് കാണിക്കാം. ഇപ്പം നിങ്ങൾ കാണുന്ന സീതപ്പഴമാണ്, പച്ച കളർ സീതപ്പഴം. അതിൻ്റെ കുഞ്ഞ് കായകളാണ്, വലുതായിട്ടില്ല. പൂ വിരിഞ്ഞിട്ടൊരു ഒരാഴ്ച, 2 വീക്സ് ആയിട്ടുള്ള, ലെസ് ദാൻ 2 വീക്സ്. കൊച്ചു കായകൾ കാണാം. ഈ മരത്തിൽ കൊച്ചാണ്. വേറെ മരങ്ങളിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇവിടെ. അതിൽ വലിയ കായകളുണ്ട്, ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 2 കളറുണ്ട് ഇവിടെ, പച്ചയുണ്ട് മെറൂണും ഉണ്ട്, രണ്ടും ഉണ്ട്. മെറൂണിൻ്റെ പഴത്തിന് മധുരം കൂടുതലാണ്, പച്ചയ്ക്ക് മധുരം കുറവാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. മെറൂൺ ഭയങ്കര ഫ്ലേവറാണ്, നല്ല മധുരമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇല അല്ല, ഇത് സീതപ്പഴമാണ്. സീതപ്പഴത്തിൻ്റെ 1, 2, 3, 4 കുഞ്ഞു കായകളുണ്ട് അവിടെ. ഒരു ഒറ്റ ശാഖയിലാണ്, ഒറ്റ ബ്രാഞ്ചിൽ 4 ചെറിയ കായകളുണ്ട്. ഈ ഇല ലക്ഷ്മി തരു എന്ന് പറയും, ലക്ഷ്മി തരു. ഇതൊരു വലിയ മരമായി, ഒരു 4-5 വർഷമായി, 5-6 വർഷമായി നട്ടിട്ട്. ഏകദേശം ഒരു 5-5.5 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതെന്തോ ഹൈലി മെഡിസിനിലാണ്, ഭയങ്കര മരുന്നാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്യാൻസറിന് മരുന്നോ എന്താണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല. ഒരു മരം ഞാനും വെച്ച് പിടിപ്പിച്ചു, നല്ലപോലെ വലുതായി, 5-6 വർഷമായി. നമ്മളത് ഉപയോഗിക്കാറൊന്നുമില്ല, എങ്കിലും നമ്മുടെ തോട്ടത്തിൽ നല്ലൊരു മരുന്ന് ചെടിയായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വെട്ടിക്കളഞ്ഞിട്ടില്ല. ഇപ്പം അതിൻ്റെ ഉയരത്തു നിന്നുള്ള ഇലകളാണ് നിങ്ങൾ കാണുന്നത്. അതൊരു ഇപ്പോൾ ഈ കാണുന്ന വ്യൂ ഒരു 10 അടി മുകളിലാണ്, 10 അടി ഉയരത്തിലുള്ള ഇലകളാണ് ഇപ്പം ഞാൻ ക്ലോസപ്പ് ചെയ്ത് കാണിക്കുന്നത്. ഇത് സീതപ്പഴമാണ്. ഇനിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് ഈ കാണുന്നത്. അമ്മിയും ഒരലുമാണ്. അതിപ്പോൾ പറമ്പിൽ വലിച്ചെറിഞ്ഞ് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. നമ്മളൊക്കെ മിക്സിങ് ഗ്രൈൻഡറുമല്ല ഉപയോഗിക്കുന്നത്. ഇത് ഒരലാണ്. അരി ഇടിക്കാൻ, ഇടിച്ച് പൊടിയാക്കാൻ, അവലുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ കാണുന്നത് മരുന്നരയ്ക്കാനുള്ളൊരു കല്ലാണ്, കരിങ്കല്ല്. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നതാണിത്. മരുന്നുകൾ അരയ്ക്കാൻ, കുത്തിച്ചതയ്ക്കാൻ, ഇലകൾ അരയ്ക്കാൻ, വേരുകൾ അരയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു തരം ചീരയാണ്. അത് സാമ്പാർ ചീര എന്നാണ് എന്തോ പറയുന്നതിന്. കൃത്യമായിട്ട് എനിക്ക് അതിൻ്റെ പേര് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.